അറിയുന്നതെല്ലാം പറയരുത്, അറിയുന്നതെല്ലാം പറയാനുള്ളതുമല്ല. ഒരു വേദിയിൽ നിൽക്കുമ്പോൾ, ഒരു കാര്യം പ്രസംഗിക്കുമ്പോൾ, ഒരാശയം പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിവുള്ളതെല്ലാം പറയാനുള്ള വേദിയായി അതിനെ കാണാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് നമ്മൾ ആ പ്രസന്റേഷനിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുക. ഒരു വിഷയത്തിൽ സംസാരിക്കാൻ കാര്യമാത്ര പ്രസക്തമായി നമ്മുടെ അടുത്തുള്ള ആശയങ്ങളെ, അനുഭവങ്ങളെ, വസ്തുതകളെ, അറിവുകളെ കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ട് ആ വിഷയത്തോട് അലൈൻ ചെയ്തുകൊണ്ട് ക്രോഡീകരിച്ച് പ്രസന്റ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ പ്രസന്റേഷൻ നന്നാവുന്നത്. അതുകൊണ്ട് ഒരു വിഷയത്തിൽ അറിവുള്ള എല്ലാ കാര്യങ്ങളും ആ അവതരണത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നത് അത്ര ഗുണകരമായിരിക്കില്ല. മറിച്ച് അവിടെ കാര്യമാത്ര പ്രസക്തമായ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണോ അതിനെ മാത്രം ആറ്റിക്കുറുക്കി ചുരുക്കി അവതരിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുമ്പോഴാണ് അവതരണത്തോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുകയുള്ളൂ, വിഷയത്തോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അവതരണം എപ്പോഴും മികച്ചതായിരിക്കുകയും ചെയ്യും. നമ്മുടെ അവതരണത്തിൽ കൃത്യമായി നമുക്ക് ഇടപെടാനും സാധിക്കും. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ അവതരണത്തിന്റെ സമയത്തെ നല്ല രീതിയിൽ ക്രോഡീകരിച്ച് അവതരിപ്പിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവതരണത്തെ, പ്രസംഗത്തെ വിഷയസംബന്ധമായി സമയബന്ധിതമായി അവതരിപ്പിക്കാൻ നമ്മൾ ശീലിക്കുക, പഠിക്കുക. ആ ഒരു ശീലത്തിലൂടെ നമുക്കെപ്പോഴും അവതരണത്തോട് നീതി പുലർത്താൻ സാധിക്കും, വിഷയത്തോട് നീതി പുലർത്താൻ സാധിക്കും.